ദേ ഓണം ഇങ്ങെത്തി. പൂക്കളും പൂവിളികളും പുത്തനുടുപ്പുകളും സദ്യയും ആരവങ്ങളും ആർപ്പുവിളികളുമായി മാവേലി മന്നനെ വരവേൽക്കാൻ കേരളവും മലയാളികളും തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ അങ്ങ് പാതാളത്തിൽ തുടങ്ങിയിട്ടുണ്ടാവും മഹാബലിയുടെ പള്ളിപ്പുറപ്പാടിനുള്ള തയ്യാറെടുപ്പുകൾ. നമുക്ക് അവിടേക്കൊന്ന് പോയാലോ? ఎందరో మహానుభావులు ఎందరో ആരവിടെ? ഭൂമിയിലെ ആരവങ്ങൾ കേൾക്കുന്നില്ലേ? നമ്മുടെ പള്ളിപ്പുറപ്പാടിനുള്ള സമയമായി. തയ്യാറെടുപ്പുകൾ നടത്തൂ. പറഞ്ഞ പോലെ കൊട എവിടെ? ആരവിടെ? എന്റെ കൊട എവിടെ? അതെ, ആരെവിടെ ആരെവിടെ എന്ന് പറഞ്ഞ പോവണ്ട. ഇതാ നിങ്ങളുടെ ഓലക്കുട പഴഞ്ച കൂടെ ഇതൊക്കെ മാറ്റാറില്ലേ? ഇപ്പോഴും ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. വിദ്യാവല്ലി, രാജാവാണ് ഞാൻ, രാജാവ്. അടുത്ത 10 ദിവസം കേരളത്തിൽ നാവാട് രാജാവ്. അറിയാമല്ലോ, ഈ കൊടയാണ് എന്റെ ഐഡന്റിറ്റി. പറഞ്ഞ പോലെ കൊട മുഴുവൻ പോയല്ല, ഒരെണ്ണം മാറ്റി മേടിക്കണം. അല്ല, രാജ്ഞി എന്താ പട്ടുസാരിയൊക്കെ എടുത്ത് സുന്ദരിയായിട്ടിരിക്കുന്നല്ലോ? എന്നെ യാത്രയയക്കാൻ വന്നതാണോ അതോ പാതാളത്തിൽ വല്ല ഫാൻസി ഡ്രസ്സും ഉണ്ടോ? അതെ, നിങ്ങൾ രാജാവാകുമ്പോ ഞാൻ രാജ്ഞിയായിരിക്കണ്ടേ? ഞാനും വരുന്നുണ്ട് കേരളത്തിലോട്ട്. അസംഭവം രാജ്ഞി, അസംഭവം. നടക്കില്ല. ഇത് വാമനൻ എനിക്ക് മാത്രം തന്നിട്ടുള്ള വിസിറ്റ് വിസയാ, ഫാമിലി വിസയല്ല. മൈൻഡേറ്റ്. അതെന്താ ഞാൻ വന്നാൽ? വിടമാട്ടെ, വിടമാട്ടെ, എന്നെ പോക വിടമാട്ടെ. അയ്യോ നായേ, ഇല്ല ഇല്ല, വിദ്യക്ക് ഒന്നുമില്ല, ഒന്നുമില്ല, വിദ്യക്ക് ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. അല്ല, ഞാൻ എന്താ പറഞ്ഞേ? വിടമാട്ടെ, അയോഗ്യ നായ. ഇല്ല ഇല്ല, കുഴപ്പമില്ല. ഇല്ല, കുഴപ്പമില്ല. ഞാൻ എന്താ പറഞ്ഞേ? ഇല്ല, എന്നെ വിടമാട്ടെ, അയോഗ്യ നായൻ. അപ്പൊ കേട്ടല്ലോ, കൃത്യമായിട്ട് കേട്ടല്ലോ ഞാൻ പറഞ്ഞത്. കേട്ടു. ഇനി എന്നെ കൊണ്ട് പറയിക്കണോ? ഇല്ല, എനിക്ക് ആ മാമനൊന്ന് കാണാനുണ്ട്. അങ്ങേർക്കിട്ട് 2 പറയാനുണ്ട്. കുറച്ച് നാളായി എനിക്ക് അങ്ങോട്ട് ചോദിക്കാനും പറയാനായിട്ടിരിക്കുന്നത്. അല്ല, വർഷത്തിലാകെ കിട്ടുന്ന ഒരു 10 ദിവസം അത് നീ നശിപ്പിക്കും. അല്ല, അയാളെ പറഞ്ഞിട്ട് എന്നാ കാര്യം? ഇവിടെ ഒരാളുണ്ടല്ലോ, ഏതോ ഒരുത്തൻ വേഷം മാറി ഭിക്ഷയാചിക്കാൻ വന്നതാ. എന്നാ അകത്ത് പോയി ഇച്ചിരി ചോറ് കൊടുത്തേക്കാന്ന് കരുതി ഞാൻ വന്ന. തിരിച്ചു വന്നപ്പോഴേക്കും 1, 2, 3 പറഞ്ഞു ദാ കിടക്കണ പാതാളത്തില്. എനിക്ക് മടുത്തൂടെ, ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ. അതിനെന്താ ഇവിടെ നിനക്കൊരു കുറവ്? വർഷാവർഷം നിനക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ എത്തിക്കുന്നില്ലേ? കുറവിന്റെ കാര്യമൊന്നും പറയണ്ട. ദേ, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മൊബൈലാ, അത് കേരളത്തിൽ പോയിട്ട് വന്നപ്പോ പാതാളത്തിൽ ഫുൾ റേഞ്ച് കിട്ടുമെന്ന് പറഞ്ഞു കൊണ്ടുവന്നതാ. ഒരു കട്ട സിഗ്നൽ എങ്ങനെ ഉണ്ടോന്ന് നോക്ക്. ഇതൊന്നും നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എപ്പോഴും പഴയ ആ ഓജി തന്നെ. അയ്യോ, അതുപോലും അറിയില്ലേ? ഓൾഡ് ജനറേഷൻ. എനിക്ക് ആണെങ്കിൽ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആവാനുണ്ട്. അതെ, അതാകെ പ്രശ്നമാകും. ഇത്
വാമനൻ അറിഞ്ഞാൽ ആകെ പ്രശ്നമാകും. പിന്നെ നീ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിനക്ക് ഹിന്ദി അറിയുമോ? അവിടെ മലയാളികൾ തമ്മിൽ ഹിന്ദിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അടുത്ത വർഷം വാമനന്റെ പെർമിഷനൊക്കെ മേടിച്ച് ഹിന്ദി ഒക്കെ പഠിച്ചിട്ട് നമുക്ക് സമാധാനത്തിൽ പോകാം. ഓക്കെ, തൽക്കാലം ഞാനിപ്പോ പോട്ടെ. അതെ, എനിക്കൊരു കാര്യം കൂടെ അറിയാനുണ്ട്. ഞാനും വരും നിങ്ങളോട്. കാരണം കഴിഞ്ഞ ദിവസം എനിക്കൊരു ന്യൂസ് കിട്ടി. നിങ്ങൾ ആരുടെയൊക്കെയോ കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ ചെന്നപ്പോ ആരുടെയൊക്കെ വീട്ടിൽ പോയി തട്ടുവോ വാതിൽ മുട്ടുവോ എന്തൊക്കെയോ ചെയ്യുന്നു. എനിക്ക് അതും കൂടി ഒന്ന് അറിഞ്ഞിട്ടല്ലോ. എന്താ കൂടെ വാ, കൊണ്ടുപോയിട്ടുള്ള കാര്യം. ആഹാ, ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൽ നിലയാടും. എല്ലാ വർഷവും ഇവിടെ വരുന്നല്ലേ, ഈ റോഡൊക്കെ ഒന്ന് നന്നാക്കിക്കൂടെ? ഓ, എന്നാലും എന്റെ പ്രഭോ, എന്ത് രസമുള്ള വീടുകളും പലതരത്തിലുള്ള കാറുകളും. വീടുകള് മുഴുവൻ കാലിയാ. എനിക്കിവിടെ മത്തി, ഞങ്ങളുടെ പാതാളത്തിൽ പോകേ വേണ്ട. വാമനന്റെ ചിന്തികൾ അവിടെ ഇവിടെയോ ഉണ്ട്. ആ ഒരാള് വരുന്നുണ്ടെന്ന് തോന്നുന്നു. മാറി വേണ്ട. ഹൈടെക് കൊല്ലാനാ പറയുന്നത്. പേടിക്കണ്ട, It's just a game. അതാരത്? ബംഗാളിയല്ലേ? ഉണ്ടോ? ഇതാ ഞാൻ പറഞ്ഞ കേരളത്തിലെ ബംഗാളി. കണ്ടോ, എന്തോ സഹായമാണ്. ഞാനെന്ത് സഹായിച്ചേക്കാം. അരെ ഭായ്, മദദ് ചാഹിയേ? कैसे? आपका नाम क्या है? मेरा नाम महाबली. महाबली महाबली. मदद चाहिए? ആരിവൻ കല്ലും തൂക്കിപ്പോയിടുന്നോൻ, പൈതൽ പോലെ തോളുമേലെ നിന്നെ തൂക്കിപ്പോയിടുന്നോൻ. ആരോരും കണ്ടതില്ല, ആരുമേ കേട്ടുമില്ല. ഗംഗയെ താൻ തേടിക്കൊണ്ട് തന്നെ താനെ ചുമന്ന് ശിവലിംഗം നടന്നു പോകുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞ വേണ്ടാത്ത വയ്യ വരും തലയിൽ വെക്കരുന്ന്. ബംഗാളി. ഇതാണ് നാം പറഞ്ഞ ഇരികാലക്കുട. കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം ഇവിടെയാണ്. ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള മനുഷ്യരുള്ളത്. ഞാൻ ഓർക്കുന്നത് ഏതായിരുന്നു സ്ഥലം? കണ്ടോ, രണ്ടുപേര് വരുന്നുണ്ടോ? എന്റെ പ്രജകളാണ്. എത്ര സന്തോഷവന്മാരാന്ന് നോക്കൂ. വരൂ വരൂ. ഹാപ്പിയോടോ ഹാപ്പിയോടോ. എന്തൊക്കെയുണ്ട് കേരളത്തിൽ വിശേഷങ്ങൾ? കൂട്ടുകൂടാൻ കൊള്ളൂല. ഞങ്ങൾക്ക് വേണ്ടി എല്ലാം കുടിക്കുന്നത് അറിയോ? ഗവൺമെന്റിന് പൈസ കൊടുക്കണമെങ്കിൽ, ശമ്പളം കൊടുക്കണമെങ്കിൽ ഞങ്ങളുടെ ടാക്സ് വെച്ചിട്ടാ കൊടുക്കുന്ന ബിവറേജ് എല്ലാം ടാക്സ്. കഴിച്ചാലും ടാക്സാ, കുടിച്ചാലും ടാക്സാ, വീടുണ്ടാക്കാനും ടാക്സാ, വീടുണ്ടാക്കിയില്ലെങ്കിലും ടാക്സാ, വീണാലും ടാക്സ്.
ഈ നാട്ടിലെ ഇവിടെ ആക്കളൊന്നും ഇല്ല. എല്ലാരും എല്ലാരും പോയി. ഊറോ 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 പറയോ ഊറോ നോ, കാനഡ. കാനഡ. ഇനി പിന്നെ അങ്ങോട്ട് visa എടുക്കണമല്ലോ. പിന്നെ എല്ലാവരും കേരളം വൃദ്ധസദനം. മാവേലിക്ക് ഇനി പോണോ? ഒന്നുകൂടെ ഭരിച്ചുകൂടെ ഞങ്ങളെ സഹായിക്കാൻ? പോണം. ഏ? പോണം. ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത് രാജ്ഞി. അതാ പരശുരാമ മഴു മഴു. ആ പരശുരാമന്റെ മഴു ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തിനാ? ഒന്ന് തിരിച്ചറിയാനാ. ഗതികേട്, കേരളത്തിന്റെ ഒരു ഗതികേട്. എന്താണ് ഈ കാണുന്നതും കേൾക്കുന്നതും? കള്ളവും ചതിയും ഇല്ലാത്ത ഒരു നാട് കള്ളന്മാരുടെയും ചതിയന്മാരുടെയും കയ്യിലായി. ഇതിനാണോ വാമന നീ എന്നെ ചവിട്ടിത്താഴ്ത്തിയത്? വിദ്യാൻ നമ്മൾ ഇനി തിരികെ പോകുന്നില്ല. നമ്മൾ വീണ്ടും അധികാരത്തിലേക്ക് വരാൻ പോകും. അപ്പം എന്ത് ചെയ്യണം? നമുക്കൊരു പാർട്ടി വേണം, വേണ്ടേ? ആ പാർട്ടിക്ക് എന്ത് പേരിടും? പാർട്ടി മാത്രം പോരാ, ആ ഇലക്ഷനിൽ നിൽക്കണം. ഒരേ പ്രോഗ്രസ് മാവേലി വിചാരിക്കുന്ന പോലെ അല്ലല്ല എങ്കിൽ നാം ഒരു പേരെടുക്കും. പാതാളം കോൺഗ്രസ്. അതിലെവിടെ മാവേലിയുടെ പേര്? പോയിന്റ് കോൺഗ്രസിന്റെ പേര് വന്നോ പിള്ളരും. ആ, അപ്പൊ തുടക്കത്തിലേ മാവേലിയുടെ നിങ്ങളുടെ പേര് വെക്കുന്നതല്ലേ നല്ലത്. പാതാളം കോൺഗ്രസ്. ബ്രാക്കറ്റിൽ മാവേലി. അപ്പോൾ രാജ്ഞി, നമ്മൾ തിരികെ പോകാത്ത സ്ഥിതിക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യൂ. ശരി, തീർച്ചയായിട്ടും. നിങ്ങൾ നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രവാസി മലയാളിയാണോ? അതെ. എങ്കിൽ അനന്തപുരിയിൽ നിങ്ങൾക്കായി വാട്ടർ ഫ്രണ്ടോട് കൂടിയ ഒരു അടിപൊളി വില്ല പ്രോജക്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു. പ്ലീസ് കോണ്ടാക്ട് പാതാളം ബിൽഡേഴ്സ്, തിരുവനന്തപുരം. EMI ഒക്കെ എത്ര വരും? അതെല്ലാം പറയണില്ലേ അതിനകത്ത്? നോക്കിയേ. അല്ല രാജ്ഞി, എന്തിനാ നമുക്ക് EMI? നമുക്ക് ക്ലിഫോസ് ഉണ്ടല്ലോ. ക്ലിഫോസ്. ക്ലിപ്പോസോ? ക്ലിപ്പോസ് അല്ല, ഒരു കണക്കിന് അത് ക്ലിപ്പോസ്. അതൊരു കസേരയിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുക. ആ കസേരയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ക്ലിപ്പോസ് പുറത്താവും. നിങ്ങളെ കൊണ്ടോ അവിടെ? ആ അത് കേക്കണേ. 10-40 പോലീസുകാരുണ്ട്, 19 ലക്ഷത്തിന്റെ പശുത്തൊഴുത്തുണ്ട്, പാട്ട് പാടുമ്പോ ഡാൻസ് ചെയ്യുന്ന പശുക്കളുണ്ട്, പട്ടിയെ കുളിപ്പിക്കാൻ സ്വിമ്മിംഗ് പൂളുണ്ട്. നമുക്കങ്ങ് സുഖിക്കണം. എത്ര നാളായി സ്വിമ്മിംഗ് പൂൾ ഒന്ന് കുടിച്ചിട്ട്. എനിക്കിവിടെ ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ 100 ആരാണോ മനസ്സിലായില്ലല്ലോ? ഞാനൊരു സഖാവ്, അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ നേതാവ്. ആ വയറ് കണ്ടപ്പോ മനസ്സിലായി എന്താ അധ്വാനം. അതൊക്കെ ഇരിക്കട്ടെ. ആ നിങ്ങളൊരു പുതിയ പാർട്ടിയൊക്കെ തുടങ്ങുന്നത് കേട്ടല്ലോ. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ ഇതൊക്കെ. പാതാളം കോൺഗ്രസ്. നിങ്ങളുടെ ഈ കപട രാഷ്ട്രീയ ജനാധിപത്യത്തിൽ മടം മടുത്ത ജനങ്ങൾ എന്റെ കൂടെയുണ്ട്. അത് മതി എനിക്ക്. നിങ്ങളൊന്ന് പോണം മിസ്റ്റർ. പാതാളം കോൺഗ്രസ്. ഇതൊന്നും ഇവിടെ നടക്കില്ല. ചെറിയൊരു പണിയുണ്ട്. ഹലോ, ആ നമ്മുടെ സഖാക്കളല്ലേ? അവർക്ക് റെഡിയായിട്ടിരുന്നോ? ഇത് സഖാവ് ജയരാജനാണ്. കുറച്ച് പണി വേണ്ടി ഇവർക്ക് കൊടുക്കാൻ. ഓക്കേ, പോടെ. നിങ്ങളെന്തിനാ മനുഷ്യൻ കൊണ്ട് പേടിച്ചു നിക്കണ? ചുമ്മാ ചുമ്മാ ഇതൊന്നും കണ്ട് നമ്മൾ പേടിക്കണ്ട. നമ്മൾ അധികാരത്തിൽ വരുന്നു. നാളത്തെ കേരളം ഈ വാർത്ത കേട്ട് സന്തുഷ്ടരാവട്ടെ. വരൂ വരൂ.
കൗസല്യാ സുപ്രജാ രാമപൂർവാ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരസാർദൂല കർത്തവ്യം ദൈവമാഹ്നികം ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം കുരു. ആ രാജ്ഞി, നമ്മുടെ തീരുമാനത്തിൽ കേരളത്തിലെ ജനങ്ങൾ സന്തുഷ്ടരല്ലേ? ഓ വന്നോ? എന്താണ്? നോക്ക്, എന്തൊരു സന്തോഷനാണ് അവര്. നോക്ക് നോക്ക്, എന്തു പറ്റി? പത്രം നോക്ക്. നിങ്ങൾ എയറിലാണ് പ്രഭോ, എയറില്. വായിക്ക്, പേര് തന്നെ വിളവ് തിന്നുന്നു. മാവേലി സ്റ്റോറിൽ നിന്ന് മോഷണം നടത്തുന്ന മാവേലി CCTV ദൃശ്യങ്ങളോ? ഇതെങ്ങനെ വന്നു? ഇത് കഴിഞ്ഞ വർഷം നടന്നല്ലേ? ഓ, അതപ്പം നിങ്ങൾക്ക് അന്നേ മോഷണം ഉണ്ടോ? മാവേലി സ്റ്റോറിൽ പൂഴ്ത്തി വെച്ച അരി എടുത്ത് ഞാൻ പാവങ്ങൾക്ക് കൊടുത്തു. അതെങ്ങനെ മോഷണമാകും? വീണ്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിങ്ങളുടെ പേര്. ദൈവമേ, ഞാൻ പറഞ്ഞത് മനസ്സിലാ? ഇല്ല, ഇത് ഞാൻ വിശ്വസിക്കില്ല. ഇത് ഞാൻ വിശ്വസിക്കില്ല. ചില സിനിമാ നടികൾ എന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു എന്നുള്ളത് തരാം, പക്ഷേ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്തേലും നടന്നിട്ടുണ്ടായിരുന്നേ പിന്നെ ഉണ്ടായിരുന്നു. ഇതിനിപ്പം ലുക്ക് ഔട്ട് നോട്ടീസ് വരും, ജാമ്യം എടുക്കാൻ വക്കീലിനെ വെക്കണം, ആകെ പ്രശ്നമായി. ഓ, നിങ്ങളുടെ ഒരു രസം. എല്ലാ വർഷവും മാവേലി ഓണത്തിന് നിങ്ങളെക്കൂടെ വരുന്നത് എന്തിനാ? എന്തിനാ മനുഷ്യ? എന്തിനാ? മാവേലിക്ക് അവിഹിതമോ? ഇരിങ്ങാലക്കുടയിലുള്ള കൊച്ചമ്മണി എന്ന യുവതിയുമായിട്ടാണ് മാവേലിക്ക് അവിഹിതം. വർഷങ്ങളായി തുടരുന്ന ബന്ധത്തിൽ 3 കുട്ടികളുള്ള. ഇല്ല ഇല്ല ഇല്ല, എന്റെ അറിവിൽ കൊച്ചമ്മണിക്ക് 2 കൊച്ചുങ്ങളേ ഉള്ളൂ. ഇല്ല, ഇത് ഞാൻ വിശ്വസിക്കില്ല. നോക്ക്, ആ പുള്ളങ്ങളുടെ പടം വരെ ഇതിനകത്തുണ്ട്. ആ ഇളയച്ച കൊച്ചിനെ കണ്ടില്ലേ? നിങ്ങളുടെ അതേ. നോക്ക് നോക്ക് നോക്ക്, അതിന്റെ മറുക കണ്ടോ? നിങ്ങളുടെ മറുക എന്തൊക്കെയാ പറയുന്നത്? ആ മറുക അങ്ങനെ എന്റെ അല്ല, എന്റെ കൊച്ചു ഇങ്ങനെ അല്ല. എന്റെ കൊച്ചമ്മണി, നീ ഇതൊന്നും വിശ്വസിക്കരുത്. അയ്യോ, എന്റെ ബിന്ദിയെ, നീ ഇതൊന്നും നിന്റെ പേരെന്താ? ആ വിദ്യ, 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 എന്റെ വിദ്യ, ഇതൊന്നും വിശ്വസിക്കരുത്. ഇതെല്ലാം അവരുടെ കളികളാ. ആ സഖാക്കള്, സൈബർ സഖ പോരാളി ഷാജിയാണ് ഇതിന്റെ എല്ലാം പിന്നിൽ. ഇതൊന്നും വിശ്വസിക്കല്ലേ. നിങ്ങളുടെ കൂടെ ഇത്രയും ജീവിച്ച എന്നെ വേണ്ടല്ല, നിങ്ങളുടെ കൂടെ എന്നോട് വരണ്ടെന്ന് 100 പ്രാവശ്യം പറഞ്ഞതാ. അന്നേ എന്റെ അപ്പം പറഞ്ഞ ഇങ്ങനെ കെട്ടണ്ടെന്ന്. എന്റെ കഷ്ടകാലം. ഞാൻ പോവാ. കളികൾ അറിയാം. വാമനൻ, വാമനൻ, നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നുപോയില്ലേ. കടക്കുപുറത്ത് ഞാനത് ഒരുപാട് കണ്ടിട്ടുണ്ട്. കടക്കുപുറത്ത് വാമന അവസാനമായിട്ട് ഒരാഗ്രഹം, ഇനി വരുമ്പം ഇവളോട് വരരുതെന്ന് പറയണം. തീർച്ചയായും നിങ്ങളുടെ കൂടെ എന്നും ഞാനുണ്ടാവും. ഇനി ഒരു വരവുണ്ടാവില്ല. ഒരു ഹാപ്പി ഓണം പറഞ്ഞു. ഹാപ്പി ഓണം. അടുത്ത വർഷം കാണാനോ?